അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീപിടിച്ച കപ്പലിനെ വടം ഉപയോഗിച്ച് തള്ളി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി ബന്ധിപ്പിച്ചു. കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് തള്ളി മാറ്റാൻ ഇപ്പോൾ തീവ്രമായ ശ്രമം. തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും ഈ തീക്കപ്പലിൽ നിന്ന് വൻതോതിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തീരത്തടിയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പൊന്നാനിയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും ഒക്കെ എറണാകുളത്തേക്കൊക്കെ ഇത് വരുമെന്ന് ഇന്നലെ തന്നെ 24 അറിയിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മ വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഈ വാൻഹായ് 305-ൻ്റെ കാര്യത്തിൽ ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ മുതൽ ആശ്വാസത്തിൻ്റെ വാർത്തകളുടെ സൂചനകൾ, അതായത് പൂർണ്ണമായും ആശ്വാസത്തിലേക്കായി എന്നുള്ളതല്ല, സന്തോഷിക്കാനായി എന്നുള്ളതല്ല, പക്ഷേ അല്പമെങ്കിലും തീ കുറഞ്ഞു എന്നുള്ളതാണ് ഈ സേനാംഗങ്ങൾ പറയുന്നത്. ദൗത്യസേനയുടെ ദുഷ്കരമായ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും 3 കപ്പൽ ഉപയോഗിച്ചുകൊണ്ടുള്ള 3 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വാട്ടർ ജെറ്റ് ഫയർ ഫൈറ്റിംഗ് തുടരുകയായിരുന്നു. ഇതിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്, ഈ തീരത്തിന് വലിയ ആഘാതമില്ലാതിരിക്കാൻ, അതായത് ഇനിയൊരു സ്ഫോടനം ഉണ്ടായാൽ പോലും തീരത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്നും കുറച്ചുകൂടി പുറംകടലിലേക്ക്, അതായത് അറബിക്കടലിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് ഈ കപ്പലിനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 2 ലക്ഷ്യം. ഒന്ന്, ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ തീരത്തിൻ്റെ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തീരത്തിൻ്റെ ഭാഗമായുള്ള ഈ അറബിക്കടലിൽ വലിയ രീതിയിലുള്ള ആവാസ വ്യവസ്ഥാ പ്രശ്നമുണ്ടാകും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സത്ലജിൽ വിദഗ്ധർ ഒരു സംഘം തന്നെ ഈ ദൗത്യമേഖല സന്ദർശിച്ചിരുന്നു. അവരുടെ ഉപദേശപ്രകാരമാണ്, അവരുടെ ഡയറക്റ്റീവ് പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം ദൗത്യസേന സ്വീകരിച്ചത്. സത്ലജ് ഈ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞ് നേരെ എൽസാ 3യിലേക്ക് പോവുകയും ചെയ്തു. എൽസാ 3യുടെ സർവേ നടപടികൾ ആരംഭിച്ചു. അതിൽ ദുരൂഹതകൾ ഏറെയുള്ളത് കൊണ്ട് തന്നെ നേവി വളരെ ഗൗരവത്തിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ വാൻഹായിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കാലത്ത് തന്നെ കൊച്ചിയിൽ നിന്നും ഡോണിയർ വിമാനം പോകും. മറ്റൊരു ഹെലികോപ്റ്ററും കാർവാറിൽ നിന്ന് വന്ന് അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നീക്കം കൂടുതൽ അറബിക്കടലിലേക്ക് മാറ്റുക, ഉൾക്കടലിലേക്ക് മാറ്റുക എന്നുള്ളതും തീ അണക്കുക എന്നുള്ളതുമാണ്. കാരണം ഏതായാലും ഇപ്പോൾ തീയുടെ തീവ്രത കുറഞ്ഞുവെങ്കിലും പുകയുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ സാധിക്കില്ല. ദൗത്യം ഇന്നും തുടരും എസ് കെ എൻ.